ഇങ്ങനെ അതെ, ഞാൻ എൻ്റെ പേജ് വെക്കേറ്റ് ചെയ്ത് അത് വെക്കേറ്റ് ചെയ്യാൻ പോണ പോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ മൂത്താപ്പയും എൻ്റെ കസിൻസും ഞാനും ഉമ്മച്ചിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ഒരു ദിവസം രാത്രി 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 1:30 ആ ഒരു ടൈമായപ്പം രേവൻ്റെ അവിടെ എത്തി. നേരെ പി ജിയിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ 10 മിനിറ്റ് കൊണ്ട് പാക്ക് ചെയ്തിട്ട് പോരുമായിരുന്നു. എനിക്ക് കുറേ ആ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ 10-15 മിനിറ്റ് കൊണ്ട് പാക്ക് ചെയ്തുണ്ടാക്കി. സോ പാക്കിങ്ങിൻ്റെ ടൈമൊന്നും എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് ടൈമില്ലായിരുന്നു. അപ്പം ഞാൻ എനിക്കിത് വ്ളോഗ് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ആക്കിയിരുന്നത്. ആക്ച്വലി വെക്കേറ്റ് ചെയ്യാൻ ആലോചിക്കുന്നവരെ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടുത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പോലും അവിടെ നിന്ന് എടുത്ത് പോകുമ്പോഴാണ് എനിക്ക് ഫീലിങ്സ് മനസ്സിലാവുന്നത്. 2 ഇയേഴ്സ് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് ഈ പി ജി റൂം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഈ പോളോയിഡ്സൊക്കെ പറിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് മനസ്സിലായത്. അല്ല, ഞാൻ പോവുകയാണല്ലോ, എനിക്ക് ഇനി അങ്ങോട്ട് വരുമോ അങ്ങനെയുള്ളൊരു മൈൻഡ്. ഞാൻ വരും. ആക്ച്വലി എനിക്ക് എക്സാമിന് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വരും. പക്ഷെ ഞാൻ ഈ പി ജി തന്നെ ആവുമോ, വേറെ ജസ്റ്റ് ഒരു 3 ദിവസത്തിനൊക്കെ ഇല്ലേ നിൽക്കുക, ഇവിടെയാണോ നിൽക്കുക വേറെ എവിടെയാണോ നിൽക്കുക ഒന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ സ്കിൻ കെയറൊക്കെ പാക്കാക്കിയപ്പോൾ സ്കിൻ കെയറും ആ സംഭവങ്ങളും മാത്രം തന്നെ ഈ ഒരു ബാഗ് ഫുള്ള് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ലഗേജ്. വീഡിയോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഉള്ള വീഡിയോസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി വെക്കുകയാണ്. അപ്പം ഇവരായിരുന്നു എൻ്റെ കസിൻസ്. അപ്പോൾ എൻ്റെ ബാഗ് സത്യം പറഞ്ഞാൽ വലിയ വണ്ടിയാണ്, ഇന്നോവയാണ്. പക്ഷേ ഞാൻ പറയില്ല, കുഞ്ഞു കുഞ്ഞു കവറായിട്ട് നിങ്ങൾ നേരത്തെ കണ്ടില്ല സാധനങ്ങൾ, അത്രയും സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചപ്പോൾ വണ്ടിയിൽ വെക്കാൻ സ്ഥലമില്ല. അല്ലോ, ഇത് നിൽക്കാതിരിക്കാനും സ്ഥലമില്ലാത്തൊരവസ്ഥ. അപ്പം എൻ്റെ കളിയാക്കുക എന്നെല്ലാവരും കൂടെ. ഈ 3 വർഷത്തിന് തന്നെയല്ലേ പോയത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പന്നിയും ഒരു ഡ്രൈവറിനെയും മാത്രം വിട്ടാൽ മതി, എന്നാലും വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയായിരുന്നു. കണ്ട വണ്ടീൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുകയാണ് എൻ്റെ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പം എൻ്റെ സാധനങ്ങളാണല്ലോ, അപ്പോൾ എല്ലാ സാധനവും ബാക്കിൽ കുത്തി കൊള്ളിച്ചിട്ട് ഒരു ഇച്ചിരി സ്ഥലത്ത് ഞാനിരുന്ന്. അപ്പോൾ എൻ്റെ ഉമ്മച്ചി പറഞ്ഞ പോലെ ഇരിക്കണം, അല്ലാണ്ട് ഇപ്പോൾ ആരും ഇരിക്കുക അതൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇരുന്നു. നല്ല ഫില്ലാക്കി വെച്ചേക്കാണ് ഓരോ സ്ഥലത്തും. ഇത് മാത്രമല്ല, ഫ്രണ്ടിൽ ഇരിക്കുന്നതിന് സീറ്റിൻ്റെ താഴെ എൻ്റെ ഒരു കുറേ ചെരുപ്പും അവിടെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇടങ്ങീറും ഉണ്ടോ. ആ സീറ്റിൻ്റെ ഇടയിലൊക്കെ എൻ്റെ ഒരു ഫ്രെയിം കുത്തിക്കൊള്ളി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മൈന്യൂട്ട് സ്ഥലത്ത് വരെ ഓരോരോ കാര്യങ്ങൾ കുത്തിക്കൊള്ളിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കോമഡി ആയിരുന്നു സംഭവം. ഞാൻ തന്നെ ആലോചിക്കുകയാണ്, സുബ്ഹാനേ, എനിക്ക് ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്. ഇത്രയും സാധനങ്ങൾ ഇൻ്റേതാണോ എന്നുള്ളത് കണ്ട് ഇത്രയും ഉണ്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ആ പാക്കിങ്ങിൻ്റെ ഫുൾ പ്രോസസ്സും സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തെങ്കിൽ അടിപൊളിയായതിനെ. വലിയൊരു ലെങ്തി വീഡിയോ ഒക്കെ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ കാറിൽ തന്നെ പെട്ടെന്ന് മാറ്റി മുടിയൊക്കെ വാരി ഞങ്ങൾ നേരെ ഐക്യയിൽ പോയി. എന്തായാലും ബാംഗ്ലൂർ വന്നതല്ലേ, അല്ല ശരിക്കും ബാംഗ്ലൂർ വന്ന് ഈ ഒരു വെക്കേറ്റ് ചെയ്യാനുള്ള കാര്യം. പിന്നെ പിറ്റേ ദിവസം ഇവർക്ക് എൻ്റെ കസിൻസിനും അവർക്കും ഓരോ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ സാധനങ്ങൾ നോക്കാനുള്ള കാര്യത്തിനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഐക്യയ്ക്ക് ഇറങ്ങി. ഐക്യയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ച് ഓർഗനൈസേഴ്സ് മേടിക്കണമായിരുന്നു. കാരണം ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണ്ടേ, സ്ഥലം വേണ്ടേ. പൈക്കയിൽ നമ്മൾ നല്ല രസമുള്ളൊരു വൈറ്റ് അലമാര കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോന്നു ഞാൻ. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ ഈ വീഡിയോ ഷോർട്ടായാലും പെർഫെക്റ്റ് അല്ലാഞ്ഞിട്ടും ഞാനിവിടെ പോസ്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ കാര്യം, എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും എൻ്റെ പി ജി വ്ളോഗ്സും ഹോസ്റ്റൽ വ്ളോഗ്സും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും കമൻറ്റിൽ ഇടാറുണ്ട് പി ജി വ്ളോഗ്സ് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ പി ജി വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഈ മന്ത് മേ ബി ഒരു 2-3 ഡേയ്സിന് ബാംഗ്ലൂർ പോകും എക്സാം എഴുതാൻ. ഈ പി ജി തന്നെ ആവുമെന്നൊരു ഉറപ്പുമില്ല, ഇവിടെ ഇരിക്കുന്നൊന്നും ഒരു ഉറപ്പുമില്ല. സോ മേ ബി നമ്മളൊരു പി ജി ജീവിതം അവസാനിച്ചിട്ടുണ്ട്. ഇനി എക്സാംസിന് മാത്രമേ പോവുള്ളൂ ബാംഗ്ലൂർക്ക്. ഞങ്ങളെ വണ്ടിയിൽ കുത്തി നിറച്ചു. എൻ്റെ അമ്മമ്മ നാളെ ബോധം കെടും. നേരം വെളുക്കുമ്പം ചെന്തിനാ പോന്ന മോളെ, ചെന്തിനാണ് ഇടങ്ങേറായി പോകുന്നത്. അവിടെ തന്നെ പി ജി എടുത്താൽ പോരെ.
ഇതിന് പിറ്റേ ദിവസം രാവിലത്തെ സീനാണ്. കാറിൽ നിന്നൊക്കെ ഇറക്കണ്ടേ. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ കുട്ടി പട്ടാളങ്ങളുണ്ട്. അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ കസിൻസ് അങ്ങനെ കുറേ പേര്. അങ്ങനെ ഓരോരുത്തർ 2-3 ബാഗ് അങ്ങോട്ട് താങ്ങിയിട്ട് ഇതെല്ലാം കൂടെ പിടിച്ച് മേലെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ കുറേ കവറ്, കുറേ ബാഗ്, കുറേ ബാസ്ക്കറ്റ്, അങ്ങനെ എന്തൊക്കെയോ അല്ലേ. പിന്നെ കുറേ ചെരുപ്പിൻ്റെ കവേഴ്സ് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് മേലേക്ക് കൊണ്ടുപോയി വെച്ച്. അപ്പോൾ മേലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ അടുത്ത പ്രശ്നം ഇതെല്ലാം കൂടെ എൻ്റെ വീട്ടിലെന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സ് കാരണം എൻ്റെ റൂമിലത്തെ അലമാര ഫുള്ളാണ്. പിന്നെ താഴെയുള്ള 2 അലമാര കാണും എൻ്റെ ഡ്രസ്സ് കൊണ്ട് ഫുള്ളാണ്. അപ്പം ഇത് ഇനി എവിടെ വെക്കും, ഇനി ഇത്രയും സാധനങ്ങളും കൂടെ എവിടെ വെക്കും എന്നുള്ളതായിരുന്നു പുതിയ കൺസേൺ. മൊത്തം ഇത്രയുണ്ട്, ഇതിനേക്കാൾ 2-3 ബാഗും കൂടെ കൂടുതൽ, മൊത്തം അത്രയുണ്ട്. ഇതെല്ലാം കൂടെ എവിടെ വെക്കുമെന്നായിരുന്നു എൻ്റെ അമ്മച്ചിൻ്റെയും ടെൻഷൻ. എന്നെക്കാളും ടെൻഷൻ എൻ്റെ അമ്മച്ചിക്ക് എടുത്ത് ഇപ്പം ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ, വൃത്തികേടല്ലേ, ഇതെവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കി വെക്കണ്ടേ. അപ്പം പിന്നെ ഞാനും അമ്മച്ചിയും കൂടെ ഞങ്ങൾ ഇല്ലാത്ത ബുദ്ധിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് പുതിയ അലമാര മേടിക്കാം. കണ്ടത് ഇങ്ങനെ സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുതിയ അലമാര മേടിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ലാസ്റ്റ് ടൈം മൈക്കിയെ പോയി എന്ന് പറഞ്ഞില്ല, അവിടെ പോയപ്പോൾ ഞാൻ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് അലമാര കണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഐക്കിയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ഡെലിവറി ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അപ്പം നമുക്ക് നാട്ടിൽ ഈ ടൈപ്പ് ഉണ്ടാക്കിപ്പിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനും അമ്മച്ചിയും കൂടെ രാവിലെ തന്നെ, ഇത് കഴിഞ്ഞപ്പോൾ തന്നെ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ അമ്മായിമാരൊക്കെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അലമാര ഹണ്ടിങ്ങിന് ഇറങ്ങി. 5-6 ഷോപ്പ് കയറി, എവിടെ എനിക്ക് കിട്ടിയില്ല. ഞാൻ വിചാരിച്ച പോലത്തെ സാധനം അവർക്ക് ഉണ്ടാക്കി തരാനും പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആരായി വലിയ ആവശ്യത്തിൽ പോയത് അലമാര മേടിക്കണം, വൈറ്റ് അലമാര, എന്നിട്ട് റൂം മേക്ക് ഓവർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അലമാര കിട്ടിയില്ല. മൂട് പോയി.